ഇതിന് മുന്നത്തെ ഒരു ഷോർട്സിൽ നമ്മളുടെ വർക്ക് കുറച്ച് പേരിലേക്ക് എത്താനായിട്ട് സഹായിച്ചിട്ടുള്ളൊരു വീഡിയോനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ദേ ഈ ഒരു വീഡിയോയും അത്തരത്തിലുള്ളതാണ്. പെട്ടെന്നൊരു ദിവസം വന്നിട്ടുള്ളൊരു ഓർഡറായിരുന്നു ഇത്. ഫുൾ സെറ്റായിട്ടൊന്നുമല്ല, ഈ ഒരു ഡ്രസ്സും പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളൊരു ടവലും മാത്രം. ടവലിൽ കുഞ്ഞിൻ്റെ പേര് എംബ്രോയ്ഡറി ചെയ്യണമെന്നുണ്ടായി, ഡ്രസ്സിലും പേര് വേണമെന്നുണ്ടായി. ഈ ഡ്രസ്സിൻ്റെ പാറ്റേൺ നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ട് നമ്മളുടെ അടുത്ത് അതുപോലെ ഈ ഒരു കളർ തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഡ്രസ്സ് നമ്മൾ പ്യൂർ ലിനനിലാണ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിൻ്റെ യോക്കിലായിട്ട് ഒരു കുരിശും സൈഡിൽ ഹാൻഡ് എംബ്രോയ്ഡറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് ഇട്ടാണ് കൊടുത്തിട്ടുള്ളത്. കുരിശും പിന്നെ ബെൽറ്റിൻ്റെ പോർഷനിൽ വരുന്ന കുഞ്ഞിൻ്റെ പേരും മെഷീൻ എംബ്രോയ്ഡറിയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായത്. പിന്നെ ആ എംബ്രോയ്ഡറി വരുന്ന അതേ കളറിൽ തന്നെ നമ്മളൊരു ക്രോഷ്യ ബോ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആ ഒരു റെഫറൻസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. ആകെയുള്ള വ്യത്യാസം ആ ഒരു കളറ് മാത്രമാണ്. ആ ഒരു സമയത്ത് ഈ ഒരു പാറ്റേൺ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണതായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ശരിയാകുമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആയി കിട്ടുമോ എന്നുള്ളൊക്കെ ഒരു പേടി ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഒരു പേടിയും കൂടി ഉണ്ടായി. ഓർഡർ വരണ സമയത്ത് കുഞ്ഞ് പ്രീമേച്ചർ ബേബി ആയതുകൊണ്ട് തന്നെ വളരെ വലുതായി പോവരുത്, അധികം ലൂസായി കഴിഞ്ഞാലും കുഞ്ഞിന് ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ കസ്റ്റമർ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമറിനെ കിട്ടി, കസ്റ്റമർ കുഞ്ഞിനത് ഇടിയിപ്പിച്ച് നമ്മൾ ഫോട്ടോയൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരുപാട് സന്തോഷമായി. വർക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ.